വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഇപ്പോൾ രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലും SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്യൂമറേഷൻ ഫോമുമായി BLOമാർ വീടുതോറും കയറിയിറങ്ങുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും പലർക്കും ആശങ്ക വിട്ടുമാറിയിട്ടില്ല. വീട്ടിലില്ലാത്തവർ എന്തു ചെയ്യണം? പ്രവാസികളുടെ ഫോം ആരാണ് ഫിൽ ചെയ്യേണ്ടത്? പ്രവാസികൾക്ക് വോട്ട് നഷ്ടമാകുമോ എന്നടക്കം പലതരം ആധികൾ നാട്ടിലെ മനുഷ്യരെ പിടികൂടിയിട്ടുണ്ട്. മനുഷ്യന്മാരെ, ആരുടെയും വോട്ട് നഷ്ടമാകില്ല. അങ്ങനെ വോട്ട് നഷ്ടമാകാതിരിക്കാൻ നമ്മുടെ എന്യൂമറേഷൻ ഫോമുകൾ ഓൺലൈനായി നമുക്ക് തന്നെ പൂരിപ്പിക്കാനുമാകും. അതിനായി ഓൺലൈനായി ഫോം നൽകാനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BLOമാർ വീട്ടിലെത്തുമ്പോൾ പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ voters.eci.gov.in, ഒരിക്കൽ കൂടി പറയാം, voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിന്റെ പേജിലെത്തിക്കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ SIR 2026 എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിനുള്ള ലിങ്ക് ലഭിക്കും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ ലഭിക്കും. മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി നിശ്ചിത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP അഥവാ വൺ ടൈം പാസ്വേഡ് നൽകിയാണ് ലോഗിൻ ചെയ്യേണ്ടത്. പ്രവാസി വോട്ടർമാർ ആണെങ്കിൽ ഇമെയിൽ ID ആണ് നൽകേണ്ടത്. ഇമെയിൽ നൽകി ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്യണം. ഒരിക്കൽ കൂടി, ഇമെയിൽ നൽകി ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ തിരഞ്ഞെടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്യുന്നതോടെ ലഭിക്കുന്ന പുതിയ വിൻഡോയിലും ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്ക് ഉണ്ടാകും. വീണ്ടും ഈ ഫിൽ എന്യൂമറേഷൻ ഫോം ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വോട്ടറുടെ സംസ്ഥാനം ഏതാണ് എന്നും തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് നമ്പരും നൽകാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇത് തെരഞ്ഞെടുത്ത് വോട്ടർ ID നമ്പരും നൽകുന്നതോടെ വോട്ടറുടെ അടിസ്ഥാന വിവരങ്ങൾ ലഭിക്കും. വോട്ടറുടെ പേര്, സീരിയൽ നമ്പർ അടക്കമുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇവിടെയുണ്ട്. മൊബൈൽ നമ്പർ നൽകി ആ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകുന്നതോടെ കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. അനുയോജ്യമായ കാറ്റഗറി സെലക്ട് ചെയ്ത് അവിടെ ചോദിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ നൽകിയാൽ എന്യൂമറേഷൻ ഫോം ലഭിക്കും. ഇത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുന്നതോടെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. വളരെ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിന് ചെയ്യേണ്ടതുള്ളൂ. വോട്ടർ ID കാർഡ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് വെബ്സൈറ്റിൽ കയറുകയാണ് എങ്കിൽ അതിലുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്ത് പോയാൽ മാത്രം മതി. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വോട്ടർ ID കാർഡ് മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചതാണ് എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഇത്തരത്തിൽ വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലിങ്ക് ചെയ്തിട്ടില്ല എന്ന സന്ദേശമാണ് കാണിക്കുന്നത് എങ്കിൽ അതിൽ തന്നെ കാണുന്ന ഫോം 8 ഫിൽ ചെയ്താൽ മതി. ഓൺലൈൻ അപേക്ഷയ്ക്ക് നിങ്ങളുടെ ആധാറിലെയും വോട്ടർ IDയിലെയും പേര് ഒന്നായിരിക്കണമെന്ന് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതായത് ഒരേ പേര് തന്നെ ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിൽ 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. വോട്ടവകാശം ലഭിക്കാൻ ഇവർ സമർപ്പിക്കേണ്ട രേഖകളും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 1. 1987 ജൂലൈ 1 മുൻപ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. 2. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം. 3. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം. വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം. ഇനി പൗരത്വം തെളിയിക്കാൻ എന്തൊക്കെ രേഖകൾ ഹാജരാക്കണം? 1. സർക്കാർ ജീവനക്കാരെങ്കിൽ ID കാർഡ്,
പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ. സർക്കാർ, പ്രാദേശിക ഭരണകൂടങ്ങൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC, പൊതുമേഖലാ ബാങ്കുകൾ 1987 മുമ്പ് ഇഷ്യൂ ചെയ്ത ID കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ്, സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ ഇവയെല്ലാം പൗരത്വം തെളിയിക്കാൻ ഹാജരാക്കാവുന്ന രേഖകളാണ്. ഇനി 2002 പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്ന് പരിശോധിക്കാം. 2002 പട്ടികയിൽ നിങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ പേരുണ്ടായിരുന്നോ എന്നറിയാനായി ceo.kerala.gov.in/voters സെർച്ച് എന്ന വെബ്സൈറ്റിൽ തിരയാം. ജില്ല, നിയമസഭാ മണ്ഡലം, ബൂത്ത്, പേര് തുടങ്ങിയവ സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്യുന്നതിന് ജില്ലയും നിയമസഭാ മണ്ഡലവും നിർബന്ധമാണ്. ബൂത്തിന്റെ പേരറിയില്ല എങ്കിലും സെർച്ച് ചെയ്യാം. നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ ELECTORALSECH.ECI.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. വോട്ടർ ID നമ്പർ, മൊബൈൽ നമ്പർ, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചും സെർച്ച് നടത്താം. BLO വരുന്നതിന് മുൻപ് തന്നെ ഇത് നോക്കിവെച്ചാൽ ഫോം പൂരിപ്പിക്കുന്നത് എളുപ്പമാകും. ഇനി വീട്ടിലെത്തുന്ന BLOമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അച്ചടിച്ച 2 ഫോമുകളാണ് BLOമാരുടെ കൈവശമുണ്ടാകുക. അവരവരുടെ നിലവിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഈ അച്ചടിച്ച ഫോമിൽ ഓരോരുത്തർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയുള്ള ഫോമുകളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശ്രദ്ധിച്ച് തെറ്റുവരുത്താതെ പൂരിപ്പിക്കണം. എന്യൂമറേഷൻ ഫോമിന് 5 ഭാഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും മുകളിലായി BLOയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പരും ഉണ്ടാകും. ഒപ്പം വോട്ടറുടെ വിവരങ്ങൾ കൂടി അടങ്ങിയതാണ് ആദ്യത്തെ ഭാഗം. ഏറ്റവും അടുത്ത കോളത്തിൽ വോട്ടറുടെ പേര്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ ID കാർഡിന്റെ നമ്പർ, വിലാസം എന്നിവയും, അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, പോളിംഗ് സ്റ്റേഷന്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും വിവരങ്ങൾ എന്നിവയും ഉണ്ടാകും. അതിനടുത്ത കോളത്തിൽ QR കോഡും, തൊട്ടടുത്ത കോളത്തിൽ നിലവിലെ ID കാർഡിലെ ഫോട്ടോയും പതിച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നുള്ള കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ തന്റെ നിലവിലെ ഫോട്ടോ പതിക്കാം. ഫോമിന്റെ 2ാമത്തെ ഭാഗം വോട്ടറെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. വോട്ടറുടെ ജനന തീയതി, ആധാർ കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ അത്, മൊബൈൽ നമ്പർ, പിതാവിന്റെയോ രക്ഷിതാവിന്റെയോ പേര്, മാതാവിന്റെ പേര്, പങ്കാളിയുടെ പേര് എന്നിവ രേഖപ്പെടുത്തണം. അതോടൊപ്പം ലഭ്യമാണ് എങ്കിൽ ഇവരുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നമ്പരും രേഖപ്പെടുത്തണം. 3ാമത്തെ ഭാഗത്തിൽ അവസാന SIR വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത്. കേരളത്തിൽ അവസാന SIR നടന്നത് 2002-ലായതിനാൽ 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത്. അതേസമയം വോട്ടർ രാജ്യത്ത് തന്നെ മറ്റേതെങ്കിലും ഭാഗത്തെ അവസാന SIR പട്ടികയിലാണ് ഉൾപ്പെട്ടത് എങ്കിൽ ആ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത്. അവസാന SIR പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമാണ് എങ്കിൽ അന്നത്തെ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ, ബന്ധുവിന്റെ പേര്, അയാളുമായിട്ടുള്ള ബന്ധം, സംസ്ഥാനമേത്, ജില്ല, നിയമസഭാ മണ്ഡലം, നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, പോളിംഗ് സ്റ്റേഷൻ നമ്പർ അഥവാ ഭാഗം നമ്പർ, പട്ടികയിലെ ക്രമ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. അവസാന SIR പട്ടികയിലെ വിവരങ്ങൾ അതുപോലെ തന്നെ ഇവിടെ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അവസാന SIR പട്ടികയിൽ പേരില്ലാത്തവരാണ് എങ്കിൽ വോട്ടർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല. പക്ഷേ അടുത്ത ഭാഗത്ത് അവസാന SIR പട്ടികയിലുള്ള ബന്ധുവിന്റെ വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. അവസാന SIR പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് വിവരങ്ങളും അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പോളിംഗ് സ്റ്റേഷന്റെയും നമ്പരും ക്രമനമ്പരും ആ പട്ടികയിൽ ഉള്ളതുപോലെ തന്നെ പൂരിപ്പിക്കേണ്ടതാണ്. എന്യൂമറേഷൻ ഫോമിൽ പൂരിപ്പിച്ച എല്ലാ വിവരങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും വന്നിട്ടില്ല എന്നും വോട്ടറോ കുടുംബാംഗമോ സാക്ഷ്യപ്പെടുത്തണം. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്ന് ഓർമ്മിക്കണം. ഫോമിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി BLO ഒപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്യൂമറേഷൻ ഫോമുകളിൽ ഒന്ന് വോട്ടർക്ക് തിരികെ നൽകേണ്ടതും അടുത്തത് BLO സൂക്ഷിക്കേണ്ടതുമാണ്. തിരികെ ലഭിക്കുന്ന ഫോമുകളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ടറൽ ഓഫീസർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം BLOയ്ക്ക് തിരികെ നൽകിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം.